ഹലോ ഗൈസ്, ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മളൊരു പുതിയതായിട്ടൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മളൊരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ വിറകൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇതാണ് മീൻ കേട്ടോ ഗൈസ്. ഇതാണ് ഒരു ഷോർട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണയാണ് എൻ്റെ വലിയ എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ പൊടികളൊക്കെ വെള്ളത്തിലൊന്നും ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്യാണ്. നല്ലൊരു ഓറഞ്ച് കളറായി മാറിയിട്ടുണ്ട് ഒരു കുറച്ചേരം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും. നമ്മൾ പാത്രത്തിൽ കുറച്ച് ഉലുവ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് കലക്കി നോക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയത്തും കൊണ്ട് കുറേ കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ്, നമ്മുടെ വിറകിൻ്റെ ഒരു കളക്ഷൻ അങ്ങ് അടുക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരുടെ. അപ്പോൾ നമ്മളെ വിറക് മറ്റേ തീൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതാണിട്ട് ഒരു ക്ലോസപ്പ്. എൻ്റെ തൊട്ടപ്പുറത്തൊരു പഴമുണ്ട്, അതൊന്ന് നോക്കട്ടെ, പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിൻ്റെ ഒരു മിക്സ് നമ്മളൊന്ന് ഇടുകയാണ് കേട്ടോ, ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട്. ഇതിട്ടപ്പോൾ കുറേ ഒരു പുകയാണ് കേട്ടോ മുഖത്തേക്ക് തെറിച്ച് വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇതിൻ്റെ കളറൊന്നും മാറണ വരെ നമ്മൾ ഇളക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കുറച്ച് കളറ് മാറിയിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് കരിവേപ്പില എടുത്ത് വിടുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മളൊരു കളർ മാറുന്ന വരെ ഒരു വെയിറ്റ് ചെയ്യണം. ഒരു ഉള്ളിലേക്ക് ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളറാവണ വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പുളി എടുക്കുകയാണ് നമ്മളുടെ വലിയൊരു ചെളി പിടിച്ച പാത്രത്തിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടണം. പിന്നെ ഈ തീ ഒന്ന് കുറച്ചും കൂടെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്യൂബിൽ കൂടെ നമ്മൾ ഊതുവാണ്. നമ്മൾ ആ പൊടിയുടെ ഇളക്കിയിരിക്കുന്നത് ഇതിൻ്റെ കളർ മാറി കഴിഞ്ഞിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ചട്ടിയിലേക്ക്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് ബാക്കി വന്നതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചങ്ങ് പുളി ഒന്ന് പറിച്ചിടണം കേട്ടോ ഗൈസ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ എടുക്കുകയാണ്. തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടാൻ പാടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് മീൻ ഇടുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ സാധനം കുറച്ചും കൂടി ഒന്ന് നന്നായി തിളയ്ക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിരിക്കുകയാണ് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ച് നന്നായി ചൂടൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് കടുക് വറുത്തതാണ് കേട്ടോ ഇടുന്നത് ഇതിലേക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് കുറച്ച് മൂടി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എൻ്റെ അടുത്ത റെസിപ്പിയിൽ നമുക്ക് കാണാം.